ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാനും മാത്രമല്ല, ചെമ്മും വൈദയുണ്ട്. അതിൻ്റെ നമ്മൾ മൂന്നാൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. മൂന്നാൾ കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, എൻ്റെ അല്ല മുതലാക്കും കേട്ടോ നമ്മ. അങ്ങനെ എന്താ ഞാൻ എത്തുന്ന മുമ്പ് ഇവർ ഓൾറെഡി ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിന്. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇവർ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന്. അതിന് തന്നെ കുറേ ഷോപ്പിൽ തെണ്ടി ഇട്ടിട്ടാണ് ഇവർ കിട്ടിയിട്ടുണ്ടായത്. ഒന്നാമത് വൈദ്യുതിക്ക് പോകുന്നത് എല്ലാ തീർന്ന് എന്ന് വെച്ചെങ്കിൽ എല്ലാ ഷോപ്പിലും നമ്മൾ കയറിയിട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ എന്താ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവർ അതായത് ഡ്രസ്സ് സെലക്ഷനാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ പോയി പിന്നെ അല്ല ഓക്കെ പിന്നെ അത് വാങ്ങിയിട്ട് ഒന്നിച്ചിട്ട് വന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിനെ സ്റ്റിച്ചാക്കാൻ പോയി. അത് ഇതിൽ വീഡിയോസ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയലേ, ഞാൻ ആ ഡ്രസ്സിൽ വാങ്ങിയ ശേഷം നമുക്കിനി ആ ചെരുപ്പ് വാങ്ങാൻ പോകണം. അതിനാണുള്ളത് ഗായ്സ് ടാസ്ക്. എൻ്റെ പൊന്നെ മാക്സിമം നമുക്ക് കാഞ്ഞാണ്ടിൽ മൊത്തം ചെരുപ്പ് പിടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അത്ര ഷോപ്പിൽ കയറിയിട്ടുണ്ട്. സോ ഒരിക്കൽ വിചാരിച്ച് ചെരുപ്പ് വാങ്ങാമെന്ന്, ഒരിക്കൽ വിചാരിച്ച് ബൂട്ട് വാങ്ങാമെന്ന്, പിന്നെ വെച്ച് ഹീൽഡിൻ്റെ എന്തെങ്കിലും ചെരുപ്പ് ഫുൾ കൺഫ്യൂഷൻ കേട്ടോ. ഫസ്റ്റ് ബൂട്ട് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പിൽ കയറി. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് നമുക്ക് സെറ്റാകുന്ന സാധനമല്ലാന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സാൻഡിൽ ഹീൽഡിലെ പോയിൻറ്റിൽ എന്തെങ്കിലും ഇങ്ങനെ ഈ ടൈപ്പ് ഷൂ എന്തെങ്കിലും പോയിൻ്റ് ഉള്ളത് വാങ്ങാമെന്ന് വെച്ച്. പക്ഷെ അത് ഓക്കെ ആയിച്ചേട്ടാ, നമുക്കതിന് ഡ്രസ്സിന് മാച്ച് ചെയ്ത് കിട്ടുന്നുമില്ല. ഒന്നാമത് ഡ്രസ്സിന് മാച്ചിങ് ആകുന്നത് കിട്ടണം. മാക്സിമം നമ്മൾ എത്ര ഷോപ്പിനും കയറി ഇറങ്ങിയെന്ന് എൻ്റെ അല്ലാ എനിക്ക് ഇന്നും ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. എത്ര ഷോപ്പിൽ നിന്നറിയോ നമ്മൾ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാമത് ഉച്ചമ്പലത്തമ്മ ഇറങ്ങിയിട്ടുണ്ടായത്. എല്ലാവരും വയറ്റിനുള്ളിൽ നിന്ന് തക്ബീർ ചെല്ലുന്നുണ്ടായിന്. അങ്ങനെ നേരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഒരപ്പിച്ചനെ പടിന്ന് എന്താ പറയുക അവരെ മിൽക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇതിൽ മൂന്നാൾ ആരെങ്കിലും ഒരാളെ ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ടായി. മാക്സിമം എന്തായാലും ചൂടല്ലേ, നടന്ന് മാക്സിമം നമ്മൾ തളർന്നു എന്നല്ല പറയുന്നില്ല. അങ്ങനെ ആയിട്ടുണ്ടായിന്. അതിനുശേഷം എന്നല്ല നമ്മൾ വീണ്ടും നമ്മൾ ഇറങ്ങി ലാസ്റ്റ് ESQ കേട്ടോ ഇവർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായത്. സോ വീണ്ടും അവിടെ പോയി അവൾ പറഞ്ഞ് ഇവിടെ ബൂട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ദീദി, അപ്പോൾ ഇവിടുന്ന് നോക്കാമെന്ന് പറഞ്ഞു. എവിടെ ഓക്ക് ഷൂട്ടാന്ന് ബൂട്ട് അത് ഈ ഭൂമിയിലുണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പം നമ്മൾ ഡിസൈഡാക്കി അതായത് വൈതാനം മംഗലത്തിന് എൻഗേജ്മെൻറ്റിന് ഞാൻ എന്തെങ്കിലും ഷോപ്പിങ്ങിന് ഞാനുണ്ടായില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു ബർത്ത്ഡേ ഷോപ്പിങ്ങിന് തന്നെ ഇത്രയും ഞാൻ പിരാന്തായി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പിരാന്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിൻ്റെയൊക്കെ ഷോപ്പിങ്ങിനൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മാക്സിമം എല്ലാ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാ. പിന്നെ എന്താ പറയൽ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ട ഗൈസ് ഈ ഫ്രോക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇടണം, എന്നിട്ടൊരു ബോട്ട് ഇടണം, എങ്ങനെ ഉണ്ടാവും അയ്യവ. അങ്ങനെ ഇത് ആദ്യം നമുക്ക് കിട്ടിച്ചാൽ വീണ്ടും നമ്മൾ ആ സൈഡ് നല്ല കവറാക്കിയിട്ട് ഈ സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. കുറേ ഷോപ്പിൻ്റെ അതായത് കുറേ ഷോപ്പിലത്തേത് വീഡിയോസ് എടുത്തിട്ട് എന്ന് വെച്ചെങ്കിൽ ടയേർഡായി പിന്നെ മറന്നു ഒന്ന്. ഈ സാൻഡൽ നല്ല രസമുണ്ടായിട്ട് അതൊക്കെ കാണുമ്പോൾ ഇതിന് വൈറ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തോ പറഞ്ഞു അത് മറന്നുപോയി. ആ സാരില പോട്ടെ. അങ്ങനെ നമ്മളതാ വീണ്ടും വേറെ ഷോപ്പിൽ വന്ന് എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്നറിയോ. എനിക്ക് വീഡിയോസും ഒന്നും നേരെ എടുക്കാനേ പറ്റില്ല. ഈ സാൻഡൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. സോ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ സൈസ് ഉണ്ടായിട്ട് അതിന് നെക്സ്റ്റ് ഷോപ്പിൽ പോയി ഇത് വാങ്ങാൻ തന്നെ ഡിസൈഡാക്കി. പക്ഷെ ഓള് വാങ്ങിയ ഡ്രസ്സിന് ഇത് അത്രക്കും മാച്ച് ആവും തോന്നിയിട്ട് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. ഫൈനലി നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് കിട്ടി. പിന്നെ നമ്മൾ തടിയെല്ലാം മൊത്തം പറക്കാൻ സ്റ്റാർട്ടായിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ പറയുക ഓട്ടോറിക്ഷയിൽ കയറി പോക്ക് ഏതായിരിക്കും ഗസ്റ്റ് ചെയ്യുക ഗായ്സ്. അപ്പോൾ എന്ത് പറയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേക്ക് എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം അടിക്കുക. നമ്മൾ നേരെ വന്നിട്ടുള്ളത് പാർസൽ ഇട്ടാൽ എന്താ വെച്ചെങ്കിൽ ഹെവി ആയിട്ട് എന്തെങ്കിലും വയറ്റിനുള്ളിൽ ഇടണം. എന്നാലേ നമ്മൾ നേരെ നിൽക്കും. എന്താ വെച്ചെങ്കിൽ മാക്സിമം നമ്മൾ ബിഗാന് കിടക്കുന്നുണ്ട് അതിനിട്ടാ. സോ എന്താ പറയലേ, അങ്ങനെ നമ്മൾ നേരെ പാർസലെത്തി. ഇനി ബാക്കിയുള്ള ഷോപ്പിംഗ് എല്ലാം നെക്സ്റ്റ് ഡേ ആക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റുന്നത്ര ഷോപ്പിംഗ് ഇന്നാക്കിയിട്ട് വന്നിന് കേട്ടോ. സോ ഇനി നാളെ ഞാൻ ഉറപ്പായിട്ട് പോയില്ല, എന്നെ കൊണ്ട് പറ്റേയില്ല കേട്ടോ. സോ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ആക്കി. ഫുഡ് എന്ത് വന്നിട്ടുള്ളത് ചിക്കൻ ലോലിപോപ്പ്. ഇത് നമ്മൾ ഫേവറേറ്റ് സാധനം ഉണ്ടായ ഷെസ്വാൻ ലോലിപോപ്പ് അടിപൊളിയായിരിക്കും.
പിന്നെ ഒന്ന് ബ്ലൂബെറി വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ ചീസ് മൊമോസ് ഇത്ര വന്നിട്ടാകുമ്പോൾ നമ്മൾ കൺട്രോളിൽ നിന്നിട്ട്. സോ അങ്ങനെ നമ്മൾ വേഗം തട്ടാൻ നിന്നിട്ടാ മാക്സിമം ഗിളും തോന്നുന്നു ചൂടുണ്ടായിട്ടാ. സോ അപ്പുറം ഇപ്പോഴൊന്നും ആരും ഒന്നും നോക്കുന്നില്ല. എങ്ങനെയെല്ലാം തിന്നാൻ പറ്റും, ഏതെല്ലാം കോലത്തിൽ തിന്നാൻ പറ്റും ആ കോലത്തിലെല്ലാം നമ്മൾ തിന്നിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടിക്ക ലോഡൽ ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി കേട്ടോ. എനിക്ക് ലോഡൽ അത്ര ഇഷ്ടമല്ല, പക്ഷെ ടിക്കൻ്റെ നല്ല രസമുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ മാക്സിമം തിന്ന് നമുക്ക് മടുത്ത്. പിന്നെ ആദ്യം നമ്മൾ ഇനി നേരെ ഇടുന്ന ടാറ്റ ബബായ് എന്ന് പറഞ്ഞിട്ട് പെരക്കെ പോകുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ കണക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും എല്ലാം അടിക്കാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ.